ബംഗ്ലാദേശിൽ മറ്റൊരു ഹിന്ദുവിനെ കൂടെ ക്രൂരമായി കൊലപ്പെടുത്തി എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ആദ്യം ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു ഹിന്ദുവിനെ അവിടെ മോബ് ലിഞ്ച് ചെയ്ത്, അതായത് ആൾക്കൂട്ട ആക്രമണം നടത്തി കൊലപ്പെടുത്തി, ശേഷം കഴുത്തിൽ കയറിട്ട് മരത്തിൽ കെട്ടിത്തൂക്കി തീ കൊളുത്തി എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു. അതിനുശേഷം SI സന്തോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ജീവനോടെ പച്ചയ്ക്ക് കൊലപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ട് കണ്ടു. കഴിഞ്ഞ ദിവസം ഒരു വിധവയെ അവിടെ ക്രൂരമായി ആൾക്കൂട്ടം ബലാത്സംഗം ചെയ്ത ശേഷം മരത്തിൽ കെട്ടിയിട്ട് ആക്രമണം നടത്തി എന്നുള്ള റിപ്പോർട്ട് നമ്മൾ കണ്ടു. ഇപ്പോഴിതാ വിഷം കൊടുത്ത് ഒരു ഹിന്ദുവിനെ കൂടെ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥ മെച്ചപ്പെടുന്നില്ല. അവിടെ മറ്റൊരു ഹിന്ദു കൂടെ കൊല്ലപ്പെട്ടു. സുനംഗഞ്ചിലെ ജോയ് മുഖർജിയെ ആണ് ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ആദ്യം മർദ്ദിച്ചു, പിന്നീട് നിർബന്ധിതമായി അദ്ദേഹത്തെ കൊണ്ട് വിഷം കുടിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ മരിച്ചതായി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ കൊലപാതക പരമ്പര തന്നെയാണ് നടക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 25 വയസ്സുള്ള ഒരു ഹിന്ദു യുവാവ് കനാലിലേക്ക് ചാടിയിരുന്നു. അതിൽ മുങ്ങി മരിച്ചു. മോഷണക്കുറ്റം ആരോപിച്ച് ഒരു ജനക്കൂട്ടം അയാളെ പിന്തുടർന്നു. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ദണ്ഡാർപൂർ ഗ്രാമത്തിൽ നിന്ന് പോലീസ് അയാളുടെ മൃതദേഹം കണ്ടെടുത്തു. അയാളുടെ പേര് മിഥുൻ സർക്കാർ എന്നായിരുന്നു. കഴിഞ്ഞ 18-20 ദിവസങ്ങൾക്കുള്ളിൽ കുറഞ്ഞത് 6 മുതൽ 7 വരെ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് വിവിധ മാധ്യമ റിപ്പോർട്ടുകളും മനുഷ്യാവകാശ സംഘടനകളും പറയുന്നുണ്ട്. അവരിൽ ദീപു ചന്ദ്രദാസ്, മൈമൻ സിംഗ് ജില്ല, റാണ പ്രതാപ് ബെബരാജ്, ജയ്സോർ, മോണി ചക്രവർത്തി നർസിംഗ്, മിഥുൻ സർക്കാർ നൌഗാവ് ജില്ല എന്നിവരുടെ പേരുകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യൻ സർക്കാരിന്റെ സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം 2024 ഓഗസ്റ്റ് മുതൽ 23 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. ഹിന്ദു ഏകതാ പരിഷത്തിന്റെ കണക്കനുസരിച്ച് 2024 നവംബർ വരെ മാത്രം 82 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം അന്തരാഖ് സർക്കാരിന്റെ കാലത്ത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ 2900-ലധികം ആക്രമണ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഇന്ത്യൻ സർക്കാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.